ഒരു മലയാള സിനിമയ്ക്ക് ഇന്നേ വരെ കിട്ടാത്ത രീതിയിലുള്ള കാത്തിരിപ്പാണ് എമ്പുരാൻ എന്ന ലാലേട്ടൻ്റെ സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഏറ്റവും അധികം ഹൈപ്പ് അല്ലെങ്കിൽ ഇത്രയും ഹൈപ്പ് കിട്ടിയിരുന്ന ഒരു സിനിമ ഒടിയൻ എന്ന സിനിമയായിരുന്നു. ഇങ്ങനെ ലാലേട്ടൻ സിനിമകൾക്ക് മാത്രം കൊടുമുടിയോളം ഹൈപ്പ് വരാനുള്ള കാരണം ലാലേട്ടൻ തന്നെയാണ്. ആ മനുഷ്യനോട് ആളുകൾക്കുള്ള ആരാധനയാണ്, അല്ലെങ്കിൽ മലയാളികൾക്കുള്ള വലിയൊരു ആരാധനയാണ്. മോഹൻലാലിനെ അടുപ്പിച്ച് ഒരുപാട് പടം തിയേറ്ററിൽ പൊട്ടിപ്പൊളിഞ്ഞു പോയാലും ഒരു സിനിമ വലിയ ഹൈപ്പിൽ വരികയും ആ ഒരു സിനിമ വലിയ വിജയമാകുകയും ചെയ്തുകൊണ്ട് ലാലേട്ടൻ വീണ്ടും വലിയൊരു തിരിച്ചുവരവ് നടത്തും. ഇതിനിടയിൽ എത്രയൊക്കെ കളിയാക്കലുകളും ട്രോളുകളും ലഭിച്ചാലും നമുക്കറിയാവുന്ന കാര്യമാണ് ഈ അടുത്ത കാലത്ത് ലാലേട്ടനെ എത്രമാത്രം ട്രോളുകളും അതുപോലെ കളിയാക്കലുകളും ഒക്കെ ലഭിച്ചു വരുന്നു. ഈ എത്രയൊക്കെ ഇങ്ങനെയൊക്കെ ലഭിച്ചാലും ഈ ഒരു പ്രതാപം, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവം ലാലേട്ടൻ വീണ്ടെടുക്കുക തന്നെ ചെയ്യും. എന്തായാലും എമ്പുരാൻ എന്ന സിനിമ ഏകദേശം 80 കോടിയോളം രൂപ പ്രീസെയിലിൽ നിന്ന് തന്നെ കളക്ട് ചെയ്ത് കഴിഞ്ഞു. സിനിമയുടെ ബഡ്ജറ്റ് അണിയറ പ്രവർത്തകർ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. ഒരുപക്ഷെ മലയാള സിനിമയുടെ ആദ്യ പാൻ ഇന്ത്യൻ ഹിറ്റായി മാറാൻ എമ്പുരാനെ സാധിച്ചേക്കും. അതുപോലെ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് കാത്തിരിക്കുന്ന നമ്മുടെ പ്രതീക്ഷ മനസ്സിലാക്കാവുന്നതാണ്. അതായത് സിനിമ ഇറങ്ങുന്നതിന് മുമ്പുള്ള നമ്മുടെ കാത്തിരിപ്പ് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ പൃഥ്വിരാജിനെയും ലാലേട്ടനെയും സിനിമയോടുള്ള പ്രതീക്ഷ വളരെ വലുതാണ്. അത് നമുക്ക് ആ ഇന്റർവ്യൂകൾ കാണുമ്പോഴൊക്കെ മനസ്സിലാകും. ഈ അടുത്തൊന്നും ഇങ്ങനെ ഒരു സംവിധായകനോ അല്ലെങ്കിൽ ഒരു നായക നടനോ ഇത്രയും കോൺഫിഡൻസിൽ വന്നതായി കണ്ടിട്ടില്ല ഒരു സിനിമയ്ക്ക് പോലും. ഇവരുടെ ഈ ഒരു കോൺഫിഡൻസ് കണ്ടുകൊണ്ട് മാത്രമാണ് സിനിമയ്ക്ക് ഇത്രയും ഹൈപ്പ് വന്നിട്ടുള്ളത്. കാര്യമായ പ്രൊമോഷൻ പരിപാടികളോ കാര്യങ്ങളൊന്നും കഴിഞ്ഞ ആഴ്ചയിലൊന്നും അല്ലെങ്കിൽ സിനിമ ഇറങ്ങുന്നതിനും കുറച്ച് നാൾ മുമ്പ് വരെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഒരാഴ്ചയിൽ നല്ല രീതിയിലുള്ള പ്രൊമോഷൻ പരിപാടികളും, അത് തമിഴ്നാട്ടിലായാലും നമ്മുടെ നാട്ടിലായാലും ഒരുവിധ എല്ലാ നാടുകളിലും നല്ല രീതിയിൽ തന്നെ ആ ഒരു പ്രൊമോഷൻ പരിപാടികളും, അതുപോലെ സിനിമയിലെ വില്ലൻ കഥാപാത്രം ആരായിരിക്കും എന്നുള്ള തരത്തിലുള്ള സജീവ ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. അങ്ങ് ബോളിവുഡിൽ നിന്ന് അമീർ ഖാൻ മുതൽ നമ്മുടെ സ്വന്തം മമ്മൂക്കയെ വരെ ആ ലിസ്റ്റിൽ മലയാളികൾ ഉൾപ്പെടുത്തിയിരുന്നു. എന്തായാലും പടത്തിന് നല്ല അഭിപ്രായം വന്നാലും ഇല്ലെങ്കിലും പടം വലിയ ഹിറ്റാകുമെന്നുള്ള കാര്യം പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്തായാലും പടം വലിയൊരു വിജയമാകട്ടെ എന്ന് നമുക്ക്